ഒരായുസിൻ്റെ നീണ്ട കാലം AP വിഭാഗം സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച കാലത്ത് എൻ്റെ കൂടെ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട മേഖലകളിലും നിർജീവമായ നിങ്ങളെയൊക്കെ ഈ സംഘടന ദീനാണെന്ന് വിശ്വസിച്ച് നിങ്ങളെ സജീവമാക്കാൻ വേണ്ടി അങ്ങേയറ്റത്തെ നിങ്ങൾക്ക് പോലും നിഷേധിക്കാൻ പറ്റാത്ത അത്ര എൻ്റെ സാമ്പത്തികമായ അവസ്ഥയും എൻ്റെ വീടും എൻ്റെ ചുറ്റുപാടും എൻ്റെ സ്വാധീനവും അതിൻ്റെ അങ്ങേയറ്റം ഉപയോഗപ്പെടുത്തി നിങ്ങളെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കാൻ ഓടി നടന്ന ഇന്ന് നിങ്ങൾ PHU എന്ന് പച്ചയായ കള്ളം പ്രചരിപ്പിക്കുന്ന നിങ്ങളെ കൂട്ടുകാരൻ ഈ നാട്ടുകാരനായ ഷാഫി നിങ്ങളെയൊക്കെ ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ നാട്ടുകാരോട് എന്നെ പരിചയമില്ലാത്ത ഈ നാട്ടുകാർ ഉണ്ടാവാൻ സാധ്യതയില്ല. അത്രത്തോളം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഓടി നടന്നിട്ടുണ്ട്. എൻ്റെ കാലിൻ്റെ ചുവപ്പ് മാറിയത് മുതൽ ഈ നാട്ടിൽ AP വിഭാഗത്തിൻ്റെ സംഘടനയുടെ അന്നത്തെ കാലത്തെ SBS-ൻ്റെ യൂണിറ്റ് സെക്രട്ടറിയായി തുടങ്ങിയ സംഘടനാ പ്രവർത്തകനാണ് ഞാൻ. പ്രവാസ ലോകത്ത് എത്തിപ്പെട്ടത് മുതൽ ഒരു കുറഞ്ഞ ഇടവേള അന്ന് RSC ഗൾഫ് നാടിലില്ല, ICF അന്ന് ഗൾഫ് നാടുകളിലില്ല. ആ കാലത്ത് SYS എന്ന പേരിൽ മാത്രം ഈ സംഘടന ഗൾഫിലുള്ള കാലത്ത് ജോലിയിൽ ചില പ്രയാസമുള്ള ആദ്യകാലത്ത് ഞാൻ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നിട്ടില്ല. എനിക്ക് അന്തസ്സുള്ളൊരു ജോലി എൻ്റെ പടച്ച റബ്ബ് എനിക്ക് തന്നപ്പോൾ ഇത് ദീനാണെന്ന് വിശ്വസിച്ച്, ഈ സംഘടന ദീനാണെന്ന് വിശ്വസിച്ച്, ഈ പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനാണെന്ന് വിശ്വസിച്ച് ഗൾഫിലെ റിയാദിലെ എൻ്റെ എല്ലാ കഴിവും എൻ്റെ എല്ലാ സൗകര്യങ്ങളും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ച ഒരുത്തനാണ് ഞാൻ. അത് നിങ്ങൾക്കറിയണമെങ്കിൽ റിയാദിലുള്ള ഇന്നുള്ള ICF-ൻ്റെയും RSC-യുടെയും നേതാക്കളോട് നിങ്ങൾ ചോദിക്കൂ, ഷാഫി തങ്ങളെ അറിയുമോ എന്ന്. ആ ഷാഫിയാണ് നിങ്ങൾ അറിയണം, എൻ്റെ നാട്ടുകാരറിയണം, എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കൾ അറിയണം. ഒരു കാലത്ത് ഈ സംഘടന, ഈ ഉസ്താദുമാർ പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനാണെന്ന് വിശ്വസിച്ച് ഇവരെ കൂടെ കൂടി എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ഒരു പ്രഭാഷകനായിരുന്നു വന്യരായ ഹസനി ഉസ്താദ്. അറിയണം നിങ്ങൾ, ഈ സംഘടന ദീനാണെന്ന് വിശ്വസിച്ച് എൻ്റെ സ്വന്തം അനിയനോട് 4 വർഷം ഒരേ ഒരു വിഷയത്തിൽ മാത്രം ഈ പ്രസ്ഥാനം സാവിയത്ത് സൂഫിയ ഞങ്ങളെ ഷെയ്ഖുന ഹസനി ഉസ്താദും ഉസ്താദുമാരെ ചീത്ത പറയുന്നവരാണെന്ന് പറഞ്ഞ് ഈ വ്യാജ ഉലമാക്കളെ വാക്ക് വിശ്വസിച്ച് 4 വർഷക്കാലം എൻ്റെ സ്വന്തം അനിയനോട് മിണ്ടാതെ നടന്നവനാണ് ഈ ഷാഫി. ഓർക്കണം നാട്ടുകാരെ നിങ്ങൾ, എൻ്റെ അനിയൻ്റെ വീടിൻ്റെ കുറ്റിയടിക്കുന്ന സമയം, അവൻ്റെ വീടിൻ്റെ തറക്കല്ലിടുന്ന സമയം എന്നെ ക്ഷണിച്ചപ്പോൾ എൻ്റെ വീട്ടിലെ കസാര പോലും ഈ ഉസ്താദുമാർക്ക് ഇരിക്കാൻ ഞാൻ തരില്ല എന്ന് പറഞ്ഞ സംഘടനാ ഭ്രാന്ത് തലയിൽ കയറിയവനായിരുന്നു ഞാൻ. അങ്ങനെയുള്ള എന്നെ ഇന്ന് ഈ സ്റ്റേജിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് തീർത്തും ആദർശപരമായി വ്യാജന്മാരാണ് നിങ്ങളെന്ന് 100 വട്ടം ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് ഇന്ന് ഈ വേദിയിൽ നിന്നുകൊണ്ട് ഇത്ര ഗൗരവത്തിൽ സംസാരിക്കുന്നത്. ഞാനൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച് വീണതൊന്നുമല്ല തുറക്കലിൽ. ഞാൻ ഇങ്ങനെ ഒരു വിഷയത്തിൻ്റെ പേരിൽ മാറി നിന്നപ്പോൾ എൻ്റെ കൂടെ, നിങ്ങൾക്കറിയാലോ, ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം, ഇന്ന് എന്നെ പിയച്ചവനാണെന്ന് പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ മാത്രമാണ്
ഇന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കാൻ എൻ്റെ വന്യരായ എൻ്റെ ജീവനായ ഞങ്ങളെ ശൈഖനയോട് കാല് പിടിച്ച് കെഞ്ചിയിട്ടാണ് ഈ നോമ്പിൻ്റെ മുമ്പ് ഇങ്ങനെ ഒരു ആദർശ സമ്മേളനം ഇവിടെ നടത്താൻ ഞാൻ ശ്രമം നടത്തിയിട്ടുള്ളത്. ഞാനിവിടെ ഒരു വ്യക്തിയുമായോ അല്ലെങ്കിൽ ഒരാളുമായും എനിക്ക് വ്യക്തിപരമായ ഒരു വിദ്വേഷവുമില്ല. ഞങ്ങളെ ശൈഖുന ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞതും അത് തന്നെയാണ്. ദുന്യാവിൻ്റെ വിഷയത്തിൽ ഒരാളെപ്പോലും നിങ്ങൾ വെറുക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് അതികഠിനമാണ്, അത് അത്ര കഠോരമാണ്. നിങ്ങൾ ദീനാണെന്ന് പറയുന്നത് വിശ്വസിച്ച് എൻ്റെ സ്വന്തം അനിയനോട് 4 വർഷക്കാലം മിണ്ടാതെ നിന്നവനാണ് ഞാൻ. കഥകൾ ഇവിടെയുള്ള എൻ്റെ നാട്ടുകാർക്കും എൻ്റെ കൂടെയുള്ള സംഘടനാ പ്രവർത്തകർക്കും മുഴുവനും അറിയുന്ന യാഥാർത്ഥ്യമാണ്. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, ഇവിടെ നമ്മളൊക്കെ ഈ സംഘടന നമ്മൾ മനസ്സിലാക്കണം. 1989 പഠിപ്പിച്ച ഉസ്താദിന് ദീന് പോരാ, സുന്നി പോരാ എന്ന് പറഞ്ഞ് പ്രസ്ഥാനമുണ്ടാക്കിയപ്പോൾ നമ്മൾ ഇവരെ കൂടെ നിന്നതാണ്. എൻ്റെ ഉപ്പ 89 സമ്മേളനത്തിന് ബോംബെയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നേരെ എറണാകുളത്ത് സമ്മേളനം അവസാനിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് പറഞ്ഞ കഥ എൻ്റെ ഉപ്പ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അന്ന് ഇത് ദീനായിരുന്നു. അന്ന് ഇവർക്ക് കുത്തുബുൽ ആലമായിരുന്നു മടവൂർ ശൈഖുന. അന്ന് ആര് മുത്തുനബിയെ കണ്ടാലും അത് മുത്തുനബി തന്നെയായിരുന്നു. അന്ന് മുത്തുനബി നമുക്ക് എല്ലാം നൽകുന്ന എല്ലാ കഴിവുകളും കൊടുത്ത മുത്തുനബി തന്നെയായിരുന്നു. ഇന്ന് മാറി, ഇന്ന് കോലം മാറി. അത് ബോധ്യപ്പെട്ടപ്പോൾ നിങ്ങളെ വലിച്ചെറിഞ്ഞതാണ് ഞാൻ എന്ന് പറയാൻ എനിക്ക് ചങ്കൂറ്റമുണ്ട്. കൂട്ടരെ, നിങ്ങളെ ഞാൻ വിളിച്ചിട്ടില്ലേ? ഞങ്ങളെ ശൈഖുനയുടെ അടുത്തേക്ക് ഒരു ദിവസം സുപ്രഭാതത്തിൽ കയറിപ്പോയതല്ല. ദീനിൽ ഒരിക്കലും നിരക്കാത്ത നെറികേട് നിങ്ങളെ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുന്നത് കണ്ടിട്ട് മാറി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അന്ന് ആ കഥകളൊക്കെ എനിക്ക് പറയാനുണ്ട്. വന്യരായ ഹസനി ഉസ്താദിൻ്റെ പ്രസംഗമാണ് ഇവിടെ വളരെ പ്രധാനമെന്ന് മനസ്സിലാക്കി ഞാൻ ചുരുക്കുകയാണ്. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു വ്യാജനായി പോയപ്പോൾ ഇവരെ കള്ളപ്രചരണമാണത്. ഞാൻ മിണ്ടാതെ നിന്നിട്ടുണ്ട്. ഞാൻ ആര് നേരെയും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇവരിവിടെ ഗ്രൂപ്പുകളിൽ, വാട്സപ്പുകളിൽ, നാട്ടിൽ ഞാൻ പിഴച്ച തരീക്കത്തുകാരനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെയുള്ള സകല AP കുട്ടികളെയും ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ ഫോൺ അതിനൊക്കെ സാക്ഷിയായി എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളും മറക്കണ്ട, ഇവിടെയുള്ള എനിക്ക് കോണ്ടാക്റ്റുള്ള എല്ലാ AP കാരണവന്മാർക്കും ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ പിഴച്ച ഒരു രൂപത്തിലാണ് പോയിട്ടുണ്ടെങ്കിൽ അതിലെ പിഴവ് തെളിയിക്കാൻ എൻ്റെ അടുത്ത് വരാൻ ആർജവമുള്ള ഒരുത്തനും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പച്ചയായ സത്യം. ഇവിടെ ഞാനിത് കുരുവട്ടൂർ ഞങ്ങളെ വന്യരായ ശൈഖുനൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം ഇവരുടെ നെറികേട് കണ്ടപ്പോൾ, ഇവർ നടത്തുന്ന ചൂഷണത്തിന് വേണ്ടി മാത്രം ഇവർ നടത്തുന്ന ആത്മീയ മജ്‌ലിസുകളിൽ നിന്ന് ഞാൻ വിട്ടുനിന്നു. ഞാൻ ആദ്യം ഇവരെ നേരെ ഒന്നും പറഞ്ഞിട്ടില്ല. നാട്ടുകാർ പറയണം, ഈ പറയുന്നത് കളവാണെങ്കിൽ നാളെ ഇതുപോലെ ഇവിടെ ഒരു സ്റ്റേജ് കെട്ടി പറയാൻ ധൈര്യമുള്ള എവനെങ്കിലും ഉണ്ടെങ്കിൽ അവരെയാണ് എനിക്ക് കാണേണ്ടത്. ഇത്ര ഗൗരവത്തിൽ പറയുന്നത് ഞാൻ ഞങ്ങളെ ശൈഖുന അടുത്തേക്ക് ആദ്യം പോയിട്ടില്ല. ഇവിടെയുള്ള ആത്മീയ മജ്‌ലിസുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ചെയ്തത് അത് ചൂഷണമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നിഷേധിക്കാൻ വല്ലവനുമുണ്ടെങ്കിൽ ഷാഫിയുടെ വീട് നിങ്ങൾക്കറിയൂലെങ്കിൽ അഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത്രയും കാലം എൻ്റെ വീട്ടിലായിരുന്നു നിങ്ങൾ വന്ന് ഉറങ്ങിയിരുന്നത്. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിച്ചാൽ എൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. നിങ്ങളിടയിലുള്ള ആഭ്യന്തര തർക്കങ്ങൾ തീരുമാനമാക്കാൻ രാത്രി 2 മണി വരെ എൻ്റെ റൂമിൻ്റെ മുകളിലെ റൂം ഇരുന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാനൊരു സുപ്രഭാതത്തിൽ വന്നിറങ്ങിയതല്ല. ഞാൻ നിങ്ങളെ കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ദീനാണെന്ന് വിശ്വസിച്ച് പ്രവർത്തിച്ചവനാണ് ഞാൻ. എൻ്റെ നാട്ടിലുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇത് ദീനല്ല മക്കളെ.
നാട്ടുകാരെ, കാരണവന്മാരെ, രക്ഷിതാക്കളെ, ഇത് ദീനല്ല, ഇത് മഹാകാപട്യമാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. സമയം കുറവ് കൊണ്ട് ഞാൻ വിശദമാക്കുന്നില്ല. ആർക്ക് വേണമെങ്കിലും ഷാഫിയുടെ വീടറിയാം. നിങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം സുഭിക്ഷമായി കഴിച്ചവരാണ്. എൻ്റെ സമ്പത്ത് ഇത് ദീനാണെന്ന് കരുതി എത്രയുണ്ടോ അത്രയും ചൂഷണം ചെയ്തവരാണ് നിങ്ങൾ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു വിഷയത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ ചെയ്തതെന്താ? നിങ്ങൾ ആരെങ്കിലും ഇവിടെ എത്ര പണ്ഡിതന്മാരെന്ന് പറയുന്നവരുണ്ട്, സഖാഫികളുണ്ട്, ആശനിമാരുണ്ട്, ഉസ്താദുമാരുണ്ട്, എൻ്റെ കൂടെ തോളിൽ കൈയിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഓടി നടന്നവരുണ്ട്. അവർക്ക് അന്ന് ഞാൻ ഷാഫി ആജിയായിരുന്നു, ഇന്ന് ഞാൻ പിഴച്ചവനാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത്. എനിക്ക് ഒരൊറ്റക്കാരെ നിങ്ങളോട് ചോദിക്കാനുള്ളൂ. നിങ്ങൾ ഇത്രയും കാലം നിങ്ങളെ പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്രയോളം നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തു എന്ന് ഇന്ന് നിങ്ങൾ ചിലപ്പോൾ നിഷേധിക്കും. എൻ്റെ നാട്ടിലുള്ള നിഷ്പക്ഷവതികൾ പറയും, അവർ പറയണം. എന്നിട്ട് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്താ? നിങ്ങളടുത്ത് സത്യമുണ്ട് എങ്കിൽ, ഒരു തരിമ്പ് സത്യമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ വരണമായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലേക്ക് എന്നെ വിളിക്കണം. എന്നിട്ട് പറഞ്ഞു തരണം, ഷാഫി നീ പോയിട്ടുള്ള ആ സംഘം അത് പിഴച്ചതാണ്, അതിലുള്ള പിഴവിതാണ്, അതിലുള്ള തെറ്റിതാണെന്ന് പറയാൻ ആർജവം കാണിക്കേണ്ടിയിരുന്നു നിങ്ങൾ. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? എൻ്റെ ചോദ്യമാണിത്. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇന്നും എനിക്കിഷ്ടമുള്ള ഉസ്താദുമാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതിലെ ശരി എന്താണെന്ന്. എന്നിട്ട് അവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്, ഞങ്ങൾ അതിന് വന്നിട്ടുണ്ട് പറയും. എന്ത് ചർച്ചയാണ് നടത്തിയത്? നിങ്ങൾ പറയണം. ഞാൻ വിളിച്ചിട്ടില്ലേ? നിങ്ങൾ എൻ്റെ വീട്ടിൽ വരാഞ്ഞിട്ട് എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഉസ്താദിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഇന്നും ഈ പ്രസ്ഥാനം ദീനാണെന്ന് മനസ്സിലാക്കി സാമ്പത്തികമായി ചെലവഴിക്കുന്ന എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്തതെന്താ? നിങ്ങൾ എന്താ ചെയ്തത്? നേരിട്ട് നിങ്ങൾ ആര് വന്ന് എന്നോട് സംസാരിച്ചു? ഇത്രയും കാലം, ഒരു വർഷം ഞാൻ നിങ്ങളിൽ നിന്ന് വിട്ടു നിന്നിട്ട് നിങ്ങൾ വന്ന് ഇതിലെ ശരി പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ശരി പറയാൻ കഴിയില്ല. 1000 നൂറ്റാണ്ട് കഴിഞ്ഞാലും ഇതിലെ ഒരു ശരി തെറ്റ് എന്ന് പറയാൻ ഞങ്ങളെ കരളിൻ്റെ കരളായ ശൈഖുനിൻ്റെ അടുത്ത് ശരീഅത്തിന് വിരുദ്ധമായ ആശയമുണ്ട്, പ്രചരണമുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ് 2013 നിങ്ങൾ കോഴിക്കോട്ട് സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചപ്പോൾ വിട്ടുനിന്നവനാണോ ഈ ഷാഫി? ഇത്ര ഗൗരവത്തിൽ നിങ്ങളോട് പറയുന്നത് ഇത് വ്യാജമാണ് എന്ന് 100 വട്ടം ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ ഇന്നും എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളോടൊരു കാര്യം ഞാൻ പറയുന്നു. ഈ വാക്കേറ്റെടുക്കാൻ തയ്യാറുള്ള ആരാണെങ്കിലും ഒരൊറ്റക്കാരെ ഞങ്ങളെ ശൈഖുനയെ കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ 2013 ശരീഅത്തിനെതിരെയുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ ശൈഖുനയോട് വിട്ടുനിൽക്കാൻ പറഞ്ഞവരാണ്. ഞങ്ങളെ ശൈഖുനയുടെ കീഴിൽ അടുത്ത് ശരീഅത്തിനെതിരായി എന്തെങ്കിലും ഒരു തെറ്റുണ്ട് എന്ന് പറയാൻ ആർജവമുള്ള, ആണത്തമുള്ള ഏതെങ്കിലും സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടെങ്കിൽ വരണം, തെളിയിക്കണം. ഷാഫി അന്ന് ഈ സ്റ്റേജിൽ കെട്ടി വീണ്ടും പറയും തെറ്റാണ് എന്ന്. ഇതാണ് ഇതിന്റെ ഗൗരവം. നിങ്ങൾ ശരീഅത്തിനെതിരെന്ന് ഞങ്ങളോട് പറയുക, മാറി നിൽക്കണമെന്ന് പറയുക. രാത്രിയുടെ മറവിൽ സ്വന്തം കാർ വീട്ടിൽ പാർക്ക് ചെയ്ത് വളരെ തുച്ഛമായ വിലക്ക് വരുന്ന കാറിൽ കയറി ഞങ്ങളെ ശൈഖുനയുടെയും നിങ്ങൾ വ്യാജമെന്ന് പ്രചരിപ്പിക്കുന്ന കാലഘട്ടത്തിന്റെ സുൽത്താൻമാരായിട്ടുള്ള മശായിഖിന്റെയും കാലിന്റെ ചുവട്ടിൽ മണിക്കൂറുകൾ, ഒരു ദിവസമല്ല. എൻ്റെ നാട്ടുകാരറിയണം, എൻ്റെ സംഘടനാ കൂട്ടുകാരറിയണം, എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അറിയണം. നിഷേധിക്കണം നിങ്ങൾ. ഞങ്ങൾക്കൊന്ന് കാണേണ്ടതുണ്ടത്, ഞങ്ങൾക്കതൊന്ന് കാണണം. നിങ്ങൾ പുസ്തകമെഴുതി ഒരറിവുമില്ലാത്തവരാണ്, പിയച്ചവരാണ്. നിങ്ങൾ അത്തിപ്പറ്റ ഉസ്താദിനെ പറ്റി നിങ്ങൾ എഴുതിയില്ലേ? പിയച്ചവരാണ്. ഫോറിൻ ത്വരീഖത്തിന്റെ ഏജന്റാണെന്ന് നിങ്ങൾ എഴുതിയില്ലേ? പ്രസംഗിച്ചില്ലേ? മരിച്ചപ്പോൾ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അവിടെ പോയത് എന്ന് നിങ്ങളെ വലിയ നേതാക്കന്മാർ, അത്തിപ്പറ്റ ഉസ്താദ് മരിച്ചപ്പോൾ എന്തിനായിരുന്നു അവിടെ കയറി വന്നത് എന്ന് പറയണം നിങ്ങൾ.
നിങ്ങൾ വ്യാജനാണ്, പേച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചപ്പോൾ എങ്ങനെ ശുദ്ധനായി എന്ന് ഈ മാലോകരോട് നിങ്ങൾ പറയണം. നിങ്ങളെ കപടമുഖമാണിത്. നാട്ടുകാരെ, നിങ്ങൾ അറിയണം, TMC ഉസ്താദ് എന്ന് പറഞ്ഞൊരു മഹാമനീഷി, കാരന്തൂരി മർക്കസിലെ മുദരിസായിരുന്നു അദ്ദേഹം. ഇവരുടെ സംഘടനയുടെ വായിലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കാലഘട്ടത്തിന്റെ മശായിഖിന്റെ അടുക്കൽ പോയതിന്റെ പേരിൽ ഇവര് പുറത്താക്കി, മർക്കസിൽ നിന്ന് പുറത്താക്കി, സംഘടനയിൽ നിന്ന് ഇവർ പുറത്താക്കി, ഇവർ ബഹിഷ്കരിച്ചു. അവസാനം നല്ലൊരു രാത്രി അദ്ദേഹത്തിന്റെ മരണം ഉസ്താദ്മാര് പറയും, മരിച്ചു. മരിച്ചപ്പോൾ അന്ന് രാത്രി നിങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു അവിടെ പോയത് എന്ന് ഈ ഉമ്മത്തിനോട് പറയണം. നിങ്ങൾ സമസ്തയുടെ ഉത്തരവാദിത്ത നേതാക്കന്മാർ, ജനറൽ സെക്രട്ടറിയും സെക്രട്ടറിമാരും എന്തിനു വേണ്ടി അവിടെ പോയി മയ്യത്ത് നിസ്കരിച്ചു എന്ന് ഞങ്ങളോട് പറയണം. മരിക്കുന്നതിന് മുമ്പ് പേച്ചു എന്ന് പറയുക, മരിക്കുമ്പോൾ പോയി നിസ്കരിക്കുക. ഇത് എന്ത് ദീനാണ്? ഇത് ഏത് ശരീഅത്താണെന്ന് ഇവിടെ മാലോകരോട് നിങ്ങൾ പറയണം. ഞാൻ വീണ്ടും പറയുന്നു, ഞങ്ങളെ വന്യരായ ശൈഖുന, എന്താണ് നിങ്ങൾ ഞങ്ങളെ ശൈഖുനയുടെ കീഴിൽ ശരീഅത്തിനെതിരെ ഒന്ന് കണ്ടത് പറയണം. നിങ്ങളെ 100 എണ്ണം അക്കമിട്ട് പറയാൻ ഈ സാധാരണക്കാരനായ എനിക്ക് കഴിയുമെന്നുള്ളത് മനസ്സിലാക്കണം. മാലോകരെ, നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചവരാണ്. ഇവിടെ മദ്രസയുണ്ട്, നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചവരാണ്. ഇന്നും നമ്മളെ കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ അന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറാണ് എന്ന്. മുത്തുനബിക്ക് സ്വപ്നം കണ്ടാൽ, ഇന്ന് ഞാനൊരു സാധാരണക്കാരനാണ്, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളൊക്കെ സാധാരണക്കാരാണ്. നിങ്ങൾ ഇന്ന് മുത്തുനബിയെ കണ്ടാൽ അത് പിശാചായേക്കാം. എന്ത് വിരോധാഭാസമാണ് ഈ പറയുന്നത്? ഇവരെ ഉസ്താദുമാര് പറയുന്ന എന്തെങ്കിലും തെറ്റിന്റെ പേരിൽ നമ്മൾ ആ പറഞ്ഞതിലേക്ക് സൂചിപ്പിച്ച് നമ്മൾ വിമർശിച്ചാൽ, അല്ലാ, ഞങ്ങളെ ഉസ്താദിനെ നിങ്ങൾ വിമർശിച്ചു. ഇതൊക്കെ വിശ്വസിച്ച് നിങ്ങളെ കൂടെ കൂടിയവനായിരുന്നു ഞാൻ. നിങ്ങൾ അന്ന് വയല് പറഞ്ഞിരുന്നു അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന്. അത് വിശ്വസിച്ചവനായിരുന്നു ഞാൻ. ഏത് അംബിയാഇന്റെ വാരിസീങ്ങളാണ് നിങ്ങളെന്ന് തുറന്ന് പറയണം ഈ ജനങ്ങളോട്, ഈ സമൂഹത്തോട്. വീണ്ടും പറയുന്നു, നിങ്ങൾ 2013 മുതൽ ഞങ്ങളെ വന്യരായ ഞങ്ങളുടെ ഇന്നെന്റെ ഹൃദയത്തിന്റെ തുടിപ്പായിട്ടുള്ള, എന്റെ ആവേശമായിട്ടുള്ള ഈ വന്യരായ ഹസൻ ഉസ്താദിന്റെ പ്രസംഗം അന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത്, അവർ ഉസ്താദുമാരെ ചീത്ത പറയുന്നു, പണ്ഡിതന്മാരെ നിസ്സാരമാക്കുന്നു. അങ്ങനെ ചെയ്താൽ ആലിമീങ്ങളുടെ ഇറച്ചിയിൽ വിഷമുണ്ട്, നഞ്ഞാണ്, അത് തട്ടിയാൽ അവൻ കാഫിറായി ചത്തുപോകുമെന്ന്. അത് വിശ്വസിച്ച് നിങ്ങളെ കൂടെ കൂടിയവനാണ് ഞാൻ. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് നിങ്ങളെ സമസ്തയുടെ സെക്രട്ടറിമാരിൽ നിങ്ങളെ ടോപ്പ് ലീഡേഴ്സ് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന് ഒരു കഴിവുമില്ല. ആരെ പോലെ? കുഴഞ്ഞു കിടക്കുന്ന വാപ്പായെ പോലെയാണ്. കുഴഞ്ഞു കിടക്കുന്ന വാപ്പയോട് ഒരു മകൻ പോയിട്ട്, വാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതുപോലെയാണ് ഈ ഭൂലോകം പടക്കാൻ കാരണക്കാരനായ മുത്തുനബിയെ പറ്റി പറയുമ്പോൾ അത് നിങ്ങൾക്ക് നിസ്സാരം. നിങ്ങളെ നേതാവിനെ അബുൽ അനാം എന്ന് വിളിച്ചപ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഉസ്താദുമാരെ ചീത്ത പറയുന്നവർ. ഇതെന്ത് വിരോധാഭാസമാണ് കൂട്ടരെ? നിങ്ങൾ പറയണം, നാളെ നിങ്ങൾ ഇതിന് മറുപടി പറയണം. മുത്തുനബി കുഴഞ്ഞു കിടക്കുന്ന വാപ്പയെ പോലെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു കാഫിർ ഇങ്ങനെ പറയോ കൂട്ടരെ? എന്താണ് മുത്തുനബി? നിങ്ങളല്ലേ ഇവിടെ റബീഉൽ അവ്വൽ ആവുമ്പോൾ നാട്ടുമൗലിദ് നടത്തുന്നവർ? സംഭവം ആത്മീയ ചൂഷണമാണെങ്കിലും
നിങ്ങളല്ലേ അതിലോതൽ അൻത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അർത്ഥം വെച്ച് ഞങ്ങൾക്ക് നാളെ പറഞ്ഞു തരണം. മടവൂർ ശൈഖുന ഒരു കാലം ഇന്ന് ഞങ്ങള് 10 ആളുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ വാട്സപ്പിൽ ഫോട്ടോയും വീഡിയോ എടുത്ത് വിടുന്നുണ്ട്. കൂട്ടരെ, എൻ്റെ ഈ അടുത്ത കാലത്ത് സംഘടനയിൽ ഇപ്പോഴുള്ള എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഈ സുവർണ കാലഘട്ടത്തിന് മുമ്പിൽ നിങ്ങൾക്ക് 2000-ന് മുമ്പുള്ളൊരു കാലഘട്ടമുണ്ടായിരുന്നു. ആലോചിക്കണം നിങ്ങൾ. ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് ആദർശപരമായിട്ടുള്ള വിഷയങ്ങളാണ്. നമ്മളിവിടെ ഒരു വ്യക്തിയെയും ഒരു ഉസ്താദിനെയും ചീത്ത പറയുന്നവരല്ല ഞങ്ങൾ. അത് തെളിയിക്കാൻ ആണായി പറന്ന ഏവനെങ്കിലും ഉണ്ടെങ്കിൽ അതിനാണ് ആർജവം കാണിക്കേണ്ടത്. ഞാൻ ഒന്നും കൂടെ ഒരു കാര്യം കൂടെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാനിങ്ങനെ പേച്ചു, നിങ്ങൾ പ്രചരിപ്പിച്ചു. ഞാനിങ്ങനെ ഒരു സംഭവത്തിനൊന്നും നിന്നിട്ടില്ല. എൻ്റെ നാട്ടിൽ നിങ്ങൾ പ്രചരിപ്പിച്ചു, എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. എൻ്റെ അടുത്ത് വന്നിരുന്ന് ആ വിഷയം സംസാരിച്ച ആളാരാണെന്ന് ഈ സമൂഹത്തോട് നാളെ പറയണം. നിങ്ങൾ വന്നിട്ടുണ്ട്. അവസാന സമയം എൻ്റെ നാട്ടുകാരനായ ഒരു കൂട്ടുകാരനോട് ഞാൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയപ്പോൾ വാളക്കുളം സഖാഫി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതും വീട്ടിലേക്കല്ല വന്നത്, അൽഫത്തഹിൻ്റെ പള്ളിയിലേക്ക് വന്നിട്ടുണ്ട്. അതിന് മുമ്പ് അന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞു, എന്നെ അതിനു വേണ്ടി ക്ഷണിച്ചവനോട് ഒരു കാര്യം നമ്മൾക്ക് ചെയ്യാം, ഞാൻ വീഡിയോ എടുക്കാം, നിങ്ങളും വീഡിയോ എടുക്കും, വാളക്കുളം സഖാഫിയും ഞാനും സംസാരിക്കട്ടെ. എൻ്റെ അടുത്ത് ഞാനൊരു നാടനാണ് കൂട്ടരെ. അപ്പേപ്പുറത്തുള്ള നിങ്ങൾ പറഞ്ഞ വറസത്തുൽ അംബിയായ പണ്ഡിതനാണ് കൂട്ടരെ. ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്താ? വീഡിയോ എടുക്കും. എൻ്റെ അടുത്ത് തെറ്റുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ യൂട്യൂബ് ചാനലിലിട്ട് വൈറലാക്കി പൈസ പിണുങ്ങിക്കൂടെ കൂട്ടരെ? നിങ്ങളെടുത്ത് സത്യമില്ല എങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങനെ ചാനലിൽ ഇടാം. ഇനി നിങ്ങൾക്ക് വേണം, ഞാനത് ചാനലിൽ ഇടാനും പോകുന്നില്ല, എന്നാലും വീഡിയോ എടുക്കാന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്നെ വിളിച്ച എൻ്റെ കൂട്ടുകാരൻ ഇന്നുണ്ട്. അവർ പറഞ്ഞത് വീഡിയോ എടുക്കണ്ട, നിങ്ങളെ സംശയം തീർക്കാനല്ലേ. ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലായില്ലേ മാലോകരെ, നിങ്ങൾക്ക് ഇവരെ കയ്യിൽ സത്യമില്ല എന്ന്. സത്യമുണ്ടെങ്കിൽ ഇപ്പോഴും അവസാനവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നാളെ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഈ നാടനായ ഷാഫിയോട് അള്ളാന്റെ റസൂലിന്റെ കോലത്തിൽ പിശാച് വരുമെന്നത് തെളിയിക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ഖറാഫി ഇമാമിന്റെ ഒരു ഉദ്ധരണി എനിക്ക് വിട്ടു തന്നിട്ടുണ്ട്. ഞാൻ ആ ഉദ്ധരണി വായിച്ച് ആ സഖാഫിയോട് ചോദിച്ചിട്ടുണ്ട്, ഇതിലെവിടെ ഖറാഫി ഇമാം പറയുന്നു എന്ന് ചോദിച്ചു. അവിടെ തുടക്കത്തിൽ തന്നെ ഖാലൽ ഉലമാഉ എന്നാണ് പറഞ്ഞത്. അത് എൻ്റെ കയ്യിൽ ഇതിന് സാക്ഷിയുണ്ട്. എൻ്റെ നാട്ടുകാരോടും എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയിട്ടുള്ള ഒരു ചർച്ചയുടെ ഒരു വോയിസോ ഒരു ടെക്സ്റ്റോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഇവർ പറഞ്ഞ ടെക്സ്റ്റുകളും ഇവരുടെ മാനവികതയും ഒക്കെ വിളമ്പുന്ന ടെക്സ്റ്റുകളും വോയിസുകളും ഇവർ പലതും ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് കാണാം. നിങ്ങൾ വരും, നിങ്ങൾ കാണും, എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കി. എൻ്റെ നാട്ടിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും കാലം ഞാൻ ഇവർക്ക് വേണ്ടി നടന്നവനാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളെ ശൈഖുന ഇപ്പോഴും വീണ്ടും വീണ്ടും ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുകയാണ്, ഞങ്ങളെ ശൈഖുനായുടെ അടുക്കൽ നിങ്ങൾ പറഞ്ഞ ശരീഅത്തിനെതിരായുള്ള ഒരു വാദം തെളിയിക്കാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ആർജവം നേരിട്ട് വന്ന് കാണിക്കണം. ഷാഫിയുടെ വീട് അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു തരാം. അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ചായക്കടയിലും പള്ളിയുടെ തൊട്ടപ്പുറത്തുള്ള കടയിലും പോയി ചോദിച്ചാൽ മതി, ഷാഫിയുടെ വീട് ഏതാണെന്ന് കാണിച്ചു തരും. വരൂ നിങ്ങൾ. ധൈര്യമില്ലെങ്കിൽ വീണ്ടും പറയുന്നു, ഇതുപോലെ ഈ തുറക്കലിൽ
ഒരു സ്റ്റേജ് കെട്ടി ഷാഫി വരാൻ തയ്യാറാണ്. നിങ്ങൾ ആരാണോ വരുന്നത്, നിങ്ങളിൽ നിന്ന് ആരാണോ വരുന്നത്, അവർക്ക് പറ്റുന്ന രൂപത്തിലുള്ള ഒരു സഖാഫിയാണെങ്കിൽ അതുപോലെ അതേ ഉസ്താദിന്റെ അടുത്തിൽ അതേ കോളേജിൽ പഠിച്ച ഒരു സഖാഫിയെ ഞാൻ കൊണ്ടുവരും. നിങ്ങളെ മുഷാവറയുടെ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങൾ വീമ്പളക്കുന്ന 40 പണ്ഡിതന്മാരിൽ ഉസ്താദിന് വേണ്ടി സുലൈമാൻ ഉസ്താദിനെ ഞാൻ മാറ്റിവെക്കുകയാണ്. ബാക്കി 39 ആളും ആര് വരികയാണെങ്കിലും വന്നരായ ഹസനി ഉസ്താദിനെ ഞാൻ കൊണ്ടുവരുമെന്ന് ഇതെന്റെ വാക്കാണ് കൂട്ടരെ. ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആണത്തമുള്ള ഏതെങ്കിലും മുസ്ലിം ജമാഅത്തുകാരനോ SSF കാരനോ AP വിഭാഗം SYS കാരനോ ഉണ്ടെങ്കിൽ അതിനാണ് കൂട്ടരെ നിങ്ങൾ ആർജവം കാണിക്കേണ്ടത്. അല്ലാതെ വാട്സപ്പിൽ ഇപ്പൊ ചർച്ച നടക്കും, നാളെ ചർച്ച നടക്കും എന്ന് പറഞ്ഞ് വീമ്പളക്കുകയല്ല. ആണത്തമുണ്ടെങ്കിൽ ഇതുപോലെ മാലോകരം മുന്നിൽ വന്ന് സംസാരിക്കണമെന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാൻ 100 കൂട്ടം കാര്യങ്ങളുണ്ടാകും. നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കാലിന്റെ ചുവപ്പ് മാറിയത് മുതൽ നിങ്ങളെ കൂടെയുണ്ട് കൂട്ടരെ. ഞാനാണിന്നിങ്ങനെ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ എൻ്റെ നാട്ടിലുള്ള എല്ലാ കാരണവന്മാരോടും എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോടും ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ മരണം എന്ന യാഥാർത്ഥ്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നാളെ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സംഭവം തെറ്റാണെന്ന് നിങ്ങൾ ഇന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മെഹദറക്ക് നേതൃത്വം കൊടുക്കുന്ന സഖാഫിമാരില്ലേ, നിങ്ങൾ റമദാൻ മുന്നൊരുക്കം ഇവിടെ വനിതാ ക്ലാസ് നടത്താൻ നിങ്ങൾ മുമ്പന്തിയിലുണ്ടല്ലോ. ഇവിടെ മെഹദറത്തിൽ ബദരിയക്കും മറ്റ് നിങ്ങളെ വ്യാജമായിട്ടുള്ള ആത്മീയ മജ്ലിസുകൾക്കും നേതൃത്വം കൊടുക്കാൻ നിങ്ങൾ കൊണ്ടുവരുന്ന ഉസ്താദുമാരില്ലേ? ഇവിടെ തന്നെ ഇല്ലേ നിങ്ങൾ പറയുന്ന അമ്പിയാക്കൾ അനന്തരക്കാരായ ബിരുദമെടുത്ത ഉസ്താദുമാർ? കൊണ്ടുവരി നിങ്ങൾ നാളെ എൻ്റെ അടുത്തേക്ക്. ഞാൻ ഏത് സമയവും തയ്യാറാണ്. എനിക്കൊന്ന് അറിയണം, നിങ്ങളെ കള്ളത്തരം അറിയണം. നിങ്ങളെ മുഴുവൻ ദീനി കൊണ്ട് നിങ്ങൾ കളിക്കുന്ന ഈ തോന്നിവാസം മുഴുവനും മനസ്സിലാക്കിയതിൻ്റെ പേരിൽ ഒരാളെ പേരണയുമില്ലാതെ ഒരാളും നിർബന്ധിക്കാതെ എൻ്റെ അനിയൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വരില്ല എന്ന് പറഞ്ഞവനാണ് കൂട്ടരെ ഞാൻ. അതെ, ഞാനും വരുമെന്ന് ഈ കഴിഞ്ഞ റമദാനിലാണ് ഞാൻ എൻ്റെ വന്യരായ ശൈഖുനയുടെ റഹ്മത്തിൻ്റെ കാലിൽ പോയി വീണിട്ടുള്ളത്. ഇത്രയും കാലം നിങ്ങൾ വരും, എന്നോട് സംസാരിക്കും എന്ന് വിചാരിച്ച് നടന്നവനാണ് കൂട്ടരെ ഞാൻ. എന്നിട്ട് നിങ്ങൾ ഇന്ന് പ്രസംഗിക്കുകയാണ് ഞങ്ങൾ വ്യാജന്മാരാണ്, ഞങ്ങൾ പണ്ഡിതന്മാരെ ചീത്ത പറയുന്നവരാണ്. അത് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ് ഞാൻ. പണ്ഡിതന്മാരെ, ഞങ്ങളെ വന്യരായ ഉസ്താദുമാർ, അഹ്സനി ഉസ്താദും അൻവരി ഉസ്താദും തൊയ്യൂർ ഉസ്താദും ഞങ്ങളെ ജീവനായ ഞങ്ങളെ ശൈഖുനയോ നിങ്ങളെ ഉസ്താദുമാരെ വ്യക്തിപരമായി ഞാനടക്കം ഞങ്ങളെ കൂടെയുള്ള ആരെങ്കിലും ഞങ്ങളെ ശൈഖുനയെ അംഗീകരിക്കുന്ന സാധാരണക്കാരായ ഞങ്ങളെ ശൈഖുനയുടെ മുഹിബ്ബീങ്ങളെങ്കിലും നിങ്ങളെ ഉസ്താദുമാരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന 1 മിനിറ്റുള്ള ഒരു വീഡിയോ കൊണ്ട് നേരിട്ട് എൻ്റെ അടുത്ത് വരാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ അവരാണ് വരേണ്ടത് എൻ്റെ അടുത്ത്. ഗ്രൂപ്പിൽ നടന്ന ചർച്ച എൻ്റെ അടുത്തുണ്ട്. സമയം വൈകുമെന്ന് വിചാരിച്ച് അതിലേക്ക് കടക്കായ ഹസൻ ഉസ്താദിൻ്റെ പ്രസംഗം, തൊയ്യൂർ ഉസ്താദിൻ്റെ പ്രസംഗം, അൻവരി ഉസ്താദിൻ്റെ പ്രസംഗം ഇടും. 3 സെക്കൻഡ്, 2 സെക്കൻഡ്, 5 സെക്കൻഡ്. ഇത് വിശ്വസിച്ച് നിങ്ങളെ കൂടെ കൂടിയവനായിരുന്നടോ ഞാൻ. ഇന്ന് ഞാനത് പഠിച്ചു. ഈ 3 സെക്കൻഡുള്ള വീഡിയോ എന്നിട്ട് അത് എഡിറ്റ് ചെയ്യുക. എന്നിട്ട് ഇന്ന് തുറക്കലിൽ നടന്ന പ്രഭാഷണത്തിൻ്റെ 2 സെക്കൻഡ്, കോഴിക്കോട് നടന്ന പ്രസംഗത്തിൻ്റെ 1 സെക്കൻഡ് ഇത് എഡിറ്റ് ചെയ്യുക. എന്നിട്ട് വീഡിയോ ആക്കുക. പരസ്പര വൈരുദ്ധ്യം പറയുന്നു. കൂട്ടരെ, നിങ്ങൾക്ക് ആണത്വമില്ലേ കൂട്ടരെ? നിങ്ങളാണോ ഇവിടെ മാനുഷികത പഠിപ്പിക്കാൻ നടന്നിരുന്നവർ? നിങ്ങളാണോ മനുഷ്യർക്കൊപ്പം പറയാൻ നടന്നവർ? നിങ്ങളെ മനുഷ്യർക്കൊപ്പം എൻ്റെ ഫോണിൽ
എനിക്ക് നിങ്ങൾ പ്രൈവറ്റായി അയച്ച മെസ്സേജ് ഉണ്ട്. എൻ്റെ ഫോണിൽ നിങ്ങൾ എനിക്ക് പ്രൈവറ്റായി അയച്ച ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ട്. നിങ്ങളെ മനുഷ്യർക്കൊപ്പവും നിങ്ങളെ സൗഹൃദ ഛായയും എല്ലാം എനിക്കറിയാം. കൂട്ടരെ, നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചൂടെ കൂട്ടരെ? എൻ്റെ കൂടെയുള്ള ഇത്രയും കാലം ഇവിടെ സംഘടനയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ നടന്ന, എൻ്റെ കൂടെ ക്യാബിനറ്റിലുണ്ടായ എൻ്റെ കൂട്ടുകാരോടാണ് ഇനി ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് എന്നെ, ഞാൻ പ്രവാസം മതിയാക്കി നാട്ടിൽ വന്നപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് SYSന്റെ സെക്രട്ടറി ആയത്? എങ്ങനെയാണ് നിങ്ങൾ സെക്രട്ടറി ആക്കിയത്? സംഘടനയുടെ വൈലോയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? വാർഷിക കൗൺസിൽ അല്ലെങ്കിൽ കൗൺസിൽ കൂടാതെ ഒരു സെക്രട്ടറിയെ എങ്ങനെ പുതുതായി നിയമിക്കുമെന്നുള്ള സംഘടന ബാലപാലം പഠിക്കാത്ത നിങ്ങളാണോ എന്നെ സംഘടനയുടെ മാനുഷാത പഠിപ്പിക്കാൻ വരുന്നത്? നിങ്ങൾ കൗൺസിൽ കൂടാതെ യൂണിറ്റ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് കൂടി, അതിൽ SYSന്റെ യൂണിറ്റ് മരിച്ചു കിടക്കുന്ന, ജീവനില്ലാതെ കിടക്കുന്ന, ഒരു കഴിവുമില്ലാതെ അവശനായ വാപ്പയായി കിടന്നിരുന്ന ഇവിടത്തെ SYSനെ ജീവൻ വെപ്പിക്കാൻ എന്നെ സെക്രട്ടറി ആക്കിയ കഥ നിങ്ങൾ മറക്കരുത്. എന്നെ നിങ്ങൾക്ക് പിഴച്ചവരാണെന്ന് പറയാം, പിഴവ് കാണിച്ചു തരണം. അതാണ് ദീൻ. പിന്നെ നിങ്ങൾക്ക് എന്തും പറയാം. ഞങ്ങൾ 10 ആളേ ഉള്ളൂ, ഞങ്ങള് ആളില്ല, നമ്മൾ കണ്ടില്ലേ ലക്ഷങ്ങൾ. കൂട്ടരെ, ദീന് പഠിക്കും. നിങ്ങൾ ചരിത്രം പഠിക്കും കൂട്ടരെ. മുത്തുനബി പ്രബോധനം ചെയ്ത ദീനിന്റെ തുടക്കം പഠിക്കും കൂട്ടരെ. നിങ്ങൾ മുത്തുനബി ഒരു സത്യം പറഞ്ഞിട്ടുണ്ട് കൂട്ടരെ. ഈ ദീന് എങ്ങനെയാണോ വന്നത് അതുപോലെയാണ് ഇതിന്റെ അസ്തമയം. ഇതിന്റെ അവസാന കാലം ഇങ്ങനെയായിരിക്കും. വളരെ തുച്ഛമാളുകൾ, അവർ പേപ്പെട്ടിയെ തല്ലിച്ചതയ്ക്കുന്നത് പോലെ തല്ലിച്ചതക്കപ്പെടും. അത് ആദർശപരമായിട്ടാണ് ഞങ്ങളെ സംസാരം. നിങ്ങൾ സാമ്പത്തികമായി നിങ്ങൾക്ക് തകർക്കാൻ കഴിയും. വ്യക്തിപരമായി നിങ്ങൾക്ക് എന്താരോപണം നിങ്ങൾക്ക് പറയാം. തെളിയിക്കാൻ ആണായി പിറന്നവൻ എന്റെ നാട്ടിലുള്ള വല്ലയപ്പിക്കാരനുമുണ്ടെങ്കിൽ അവനാണ് എന്നോട് മറുപടി പറയേണ്ടത്. നിങ്ങൾ പ്രചരിപ്പിച്ച പ്രചരണങ്ങൾ അറിയാത്തവനല്ല, നിങ്ങൾ അടിച്ച ടെക്സ്റ്റും അറിയാത്തവനല്ല ഞാൻ. സമയം ദീർഘിച്ചു, ഞാൻ നിർത്തുന്നു. അവിടുത്തെ എൻ്റെ ജീവന്റെ ജീവനായ എൻ്റെ ശൈഖുന, അവിടുത്തെ റഹ്മത്തിൽ കുരുവട്ടൂരുള്ള ഒരു കാര്യം കൂടി പറയട്ടെ. ഇവരൊരു വിരോധാഭാസം നിങ്ങൾ അറിയണം. സമയം ദീർഘിക്കുന്നുണ്ട്. ഞാൻ ബൈക്കിലൂടെ ഇങ്ങോട്ട് പോകുമ്പോൾ ചെറിയ എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള, അല്ലെങ്കിൽ ഇവിടെയുള്ള സാധാരണക്കാരായ ഇത് മനസ്സിലാകാത്ത ചെറിയ വിവേകക്കുറവുള്ള കുട്ടികൾക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാ, ഷാഫി വരുമ്പോൾ കുരുവട്ടൂരി എന്ന് വിളിക്കൂ. കല്യാണ സദസ്സിൽ നമ്മളിരിക്കുമ്പോൾ പേച്ചിട്ടുണ്ട് എന്ന് പറയൂ. കൂട്ടരെ, ഒരു കാര്യം മനസ്സിലാക്കിക്കോളേ. ഇന്ന് നിങ്ങൾ ഷാഫിയെ കുരുവട്ടൂരി എന്ന് വിളിക്കുന്നത് എൻ്റെ അഭിമാനമാണ് കൂട്ടരെ. ഞാൻ അലസതയിൽ വണ്ടി ഓട്ടി പോകുമ്പോൾ നിങ്ങൾ കുരുവട്ടൂരി പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഒരു സെക്കൻഡ് എൻ്റെ ജീവനായ കാലം ഭരിക്കുന്ന കാലഘട്ടത്തിൻ്റെ മുഹിയദ്ദീനായി നാട്ടിൽ ഉദിച്ചിട്ടുള്ള നിങ്ങളുടെ അന്ത്യകൂദാശ നടത്താൻ അള്ളാഹു ഇറക്കിയിട്ടുള്ള കാലഘട്ടത്തിൻ്റെ മുഹിയദ്ദീൻ ഞങ്ങളെ വന്യരായ ശൈഖുനയെ ഞാൻ ഒരു നിമിഷം ഓർത്തു പോകും കൂട്ടരെ. എനിക്കിന്നത് അഭിമാനമാണ് കൂട്ടരെ. വിളിക്കും നിങ്ങളെടുത്ത് ആദർശം പറയാത്തതാണ് കൂട്ടരെ. ആദർശമില്ലാത്തതിൻ്റെ സങ്കടമാണ് കൂട്ടരെ നിങ്ങൾ മുതല കണ്ണീരായി ഒഴിക്കുന്നത്. ആർക്കാ കൂട്ടരെ ഇതിലൊക്കെ ഒരു ബേജാർ? അള്ളാന്റെ റസൂലിനെ അൽ-അമീൻ എന്ന് വിളിച്ച മക്കാർ നൂറാകുന്ന നുബുവത്താകുന്ന വെളിച്ചം കിട്ടി ഏക ഇലാഹിനെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതേ മക്കാർ വിളിച്ച പേരുണ്ട് കൂട്ടരെ, എൻത മജ്നൂൻ. അന്ന് മുത്തുനബി മാറിയിരുന്നെങ്കിൽ ഞങ്ങൾ ആദർശം അതാണ് കൂട്ടരെ. ഈ ആദർശമുള്ള ഞങ്ങളെയാണോ നിങ്ങൾ 4 ഭീഷണിപ്പെടുത്തി 4 ആളുകളോട് അവൻ അങ്ങനെയാണ് ഇവൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ തോറ്റി പിന്മാറുന്നാണോ കൂട്ടരെ നിങ്ങൾ കരുതിയത്?
നിങ്ങളെ നെഞ്ഞത്ത് ചവിട്ടിക്കേറി നിന്നുകൊണ്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇവിടെ പറഞ്ഞ ഈ ഷാഫി പറഞ്ഞ ഏതെങ്കിലും ഒരു സംഭവം ഇല്ല എന്ന് പറയാൻ, നിഷേധിക്കാൻ ആർജവമുള്ളവർ ഉണ്ടെങ്കിൽ അവരാണ് വരേണ്ടത്. ഒരു കാര്യം കൂടി പറയാം. ഇവരുടെ സംഘടനയാ സാമ്പത്തികമായി നിങ്ങളെ കയ്യിലുള്ളപ്പോൾ അവർ നിങ്ങളെ കൂടെയുണ്ടാവും. കയ്യിലുള്ളത് മുഴുവൻ ദീനാണെന്ന് പറഞ്ഞ്, ഉസ്താദുമാർക്കാണെന്ന് പറഞ്ഞ്, യതീം കുട്ടികൾക്കാണെന്ന് പറഞ്ഞ്, ദീനീ പ്രബോധനമാണെന്ന് പറഞ്ഞ് ഊറ്റിയെടുത്ത് നിങ്ങളെ കയ്യിൽ കൊടുക്കാനല്ലാതായാൽ അവർ നിങ്ങളെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയും. അറിയണം, ഇത് എൻ്റെ അവസ്ഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എൻ്റെത് മാത്രമല്ല, നൂറുകണക്കിന് ആളുകൾ ഇത് പറയാനുണ്ട്. നമ്മൾ അടുത്ത നാടല്ലേ തിരൂരിനടുത്തുള്ള കൂട്ടായി, അവിടെയുള്ള തിരൂരിൽ ജ്വല്ലറി നടത്തിയുള്ള സെൽമ ജ്വല്ലറിയുടെ ഹാജിയരെ നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? ഈ സംഘടനയുടെ ലീഡേഴ്സിനോടാണ് എൻ്റെ ചോദ്യം. നിങ്ങളെ സ്റ്റേറ്റ് നേതാക്കന്മാരോടാണ്. നിങ്ങളെ പ്രവർത്തകനായി ഒരു കാലത്ത് നിങ്ങൾക്ക് വേണ്ടി ഊണും ഉറക്കും സമ്പത്തും മുഴുവനും ചെലവാക്കിയ ഒരുത്തൻ ചോദിക്കുന്നു, എന്താ നിങ്ങൾക്ക് ഇന്ന് ഹാജിയരെ പറ്റാത്തത്? അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? പറയണം. നിങ്ങൾ സാമ്പത്തികമായി ചൂഷണം ചെയ്ത് സാമ്പത്തികമായി തകരുമ്പോൾ കരിവേപ്പിലെ പോലെ പുറത്തേക്കിടുക. എത്ര അനുഭവം പറയാനുണ്ട്. സമയം ദീർഘിച്ചു, ഞാൻ നിർത്തുന്നു. ഒരൊറ്റ കാര്യം കൂടി അറിയണം. നിങ്ങൾ മുക്കത്ത് AP വിഭാഗത്തിന്റെ പള്ളിക്ക് സ്ഥലം കൊടുത്ത ഹാജിയാർ മരണപ്പെട്ടു പോയി. ഞങ്ങളെ ശൈഖുനാന്റെ മദദിൽ അള്ളാഹു ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. അവരെ നിങ്ങൾ എന്താ ചെയ്തത്? എല്ലാം പറയാനുണ്ട്. ഇൻഷാ അല്ലാ ഇതിന് നിങ്ങളൊരു മറുപടി വെച്ചാൽ അന്ന് നിങ്ങളോട് സംവദിക്കാൻ ഷാഫി വീണ്ടും ഈ നാട്ടിൽ നിങ്ങളെ നെഞ്ഞത്ത് കയറി നിന്ന് സംസാരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളെ ഓലപ്പാമ്പൊക്കെ എനിക്ക് ഒന്നുമല്ല കൂട്ടരെ. എന്നെ കാക്കാൻ, നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങളെ നാശം തുടങ്ങിയിട്ടില്ലേ കൂട്ടരെ? ഇവരിവിടെ പ്രചരിപ്പിക്കുന്ന വ്യാജ പ്രചരണം, ഞങ്ങൾ ഉസ്താദുമാരെ ചീത്ത പറയുന്നു, ഞങ്ങൾ ആലിമീങ്ങളെ നിസാരപ്പെടുത്തുന്നു, ഞങ്ങൾ പണ്ഡിതന്മാരെ മോശമാക്കുന്നു എന്നാണ്. ഇന്ന് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന, ഈ കൂടിയിരിക്കുന്ന എൻ്റെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഇന്നൊരു ദിവസം വന്യരായ ഹസനി ഉസ്താദിൻ്റെ പ്രസംഗം നിങ്ങൾ കേൾക്കണം. എന്നിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു പണ്ഡിതനെ വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ നാട്ടുകാരല്ലേ ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ എൻ്റെ അയൽ നാട്ടുകാരല്ലേ, എൻ്റെ വീട് ഈ PDAൻ്റെ തൊട്ടപ്പുറമാണ്, നിങ്ങൾ വന്നിട്ട് നാളെ എന്നോട് പറയണം. ഞാൻ നിങ്ങളോട് പരസ്യമായി മാപ്പ് പറയും. ഞങ്ങൾ ഏതെങ്കിലും ഉസ്താദിനെ ചീത്ത പറഞ്ഞെങ്കിൽ, എന്താണെന്ന് ചീത്ത എന്നതിൻ്റെ അർത്ഥം പോലും അറിയാത്ത കൂട്ടരാണ് ഈ വ്യാജന്മാർ എന്നുള്ളത് മനസ്സിലാക്കണം നാട്ടുകാരെ. നിങ്ങൾ അറിയോ, നിങ്ങൾക്കൊരു കഥ. ഈ പരിപാടി ഇവിടെ നടക്കാൻ ഈ സ്ഥലം തന്നവനെ നിങ്ങൾ വിളിച്ചു, നിങ്ങൾ പോയി കണ്ടു, നിരന്തരം പറഞ്ഞില്ലേ കൂട്ടരെ? എന്തിനാ സ്ഥലം കൊടുത്തത്? ഉസ്താദുമാരെ ചീത്ത പറയുമെന്ന്. ഞങ്ങളിവിടെ ഉസ്താദുമാരെ ചീത്ത പറയുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുകയും, ഞങ്ങളൊരു ചാനലുണ്ട് യൂട്യൂബിൽ, നിങ്ങളതൊക്കെ കേൾക്കണം. ജാവിയത്ത് സൂഫിയ എന്ന് ZA നടിച്ചിട്ട് നിങ്ങളത് യൂട്യൂബിൽ, നമ്മളൊക്കെ നെറ്റ് ഉപയോഗിക്കുന്നവരാണല്ലോ, ആ ചാനലിൽ നിങ്ങൾ കേൾക്കണം. ഞങ്ങൾ ഉസ്താദുമാരെ പ്രസംഗം മുഴുവൻ അതിലുണ്ടാകും. ഞങ്ങൾ പറയുന്ന, ഞങ്ങൾ പാടുന്ന, ഞങ്ങളെ വന്യരായ ശൈഖനയുടെ ഉപദേശങ്ങളടക്കം അതിലുണ്ടാവും. ഞങ്ങൾ നടത്തുന്ന ആത്മീയ മജ്ലിസുകൾ അതിലുണ്ടാകും. നിങ്ങൾ കേൾക്കൂ, നിങ്ങളത് കാണൂ. എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് പറയൂ, ഞാൻ ഈ നാട്ടുകാരനാണ്, എന്നോട് പറയൂ നിങ്ങൾ പറയുന്നത് ശരിയല്ല. എന്നാൽ ഇവരുടെ പ്രസംഗം നിങ്ങൾ കേൾക്കൂ. അള്ളാന്റെ റസൂലിനൊരു കഴിവുമില്ല, കൊഴഞ്ഞു കിടക്കുന്ന വാപ്പയെ പോലെയാണ്. മുത്തുനബിയെ സാധാരണക്കാരായ ഞാനും നിങ്ങളും കണ്ടാൽ അത് പിശാചായേക്കാം. അങ്ങനെ എന്തെല്ലാം വാദങ്ങൾ, എത്ര വാദങ്ങൾ. മുത്തുനബിക്ക് നിയലുണ്ട്. നമ്മൾ മദ്രസയിൽ പഠിച്ചതല്ലേ മക്കളെ മുത്തുനബിയുടെ 10 സിഫത്ത്. എന്നിട്ട് ഇവരാണ് നമുക്ക് ദീന് പഠിപ്പിക്കാൻ വരുന്ന ദീനിന്റെ ഹോൾസെയിൽ കച്ചവടക്കാർ. സമയം ദീർഘിച്ചതുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ നാട്ടുകാരോട്, എൻ്റെ കൂട്ടുകാരോട്, ഇവരെ ദീനാണെന്ന് വിശ്വസിച്ച്
ഇവരെ കൂടിയവരോട് എനിക്ക് പറയാനുള്ളത്, 100 വട്ടം ആലോചിക്കണം. നമ്മുടെ മൗത്തിൻ്റെ നേരം, നമ്മളെ മരണനേരം ഈ ഒരു സംഘടനക്കാരനോ ഒരു മുസ്ലിം ജമാഅത്തിൻ്റെ മെമ്പർഷിപ്പിൻ്റെ കാർഡ് കൊണ്ടോ ഒരു കാര്യവും ഉണ്ടാകില്ല. ഇവിടെ മമ്പുറത്തെ പാപ്പുണ്ടായിരുന്നു, ഇവിടെ കുത്തുബുല്ലാലം ശൈഖുന മടവൂർ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇവിടെ നമ്മളെ തൊട്ടടുത്തല്ലേ ഓമച്ചപ്പുയ മോലേർ പാപ്പ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരും ഇവരെയും കൂടെ നിങ്ങളൊന്ന് നോക്കൂ കൂട്ടരെ, എന്നിട്ട് നിങ്ങൾ പറയൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ 100 വട്ടം അനുഭവിച്ച യാഥാർത്ഥ്യമാണ് മാലോകരെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ വന്നരായ ഉസ്താദുണ്ട്. എൻ്റെ നാട്ടുകാരോടൊന്നും കൂടെ എനിക്ക് പറയുന്നു, ഇവർ എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ കൂടെ സംഘടനയിലുണ്ടായ, ഞാൻ SYSലുള്ള കാലത്ത് നാട്ടിൽ ക്യാബിനറ്റിലുണ്ടായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അനുജന്മാരോട് വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ എൻ്റെ ഇഷ്ടം കൊണ്ട് നിങ്ങളോട് പറയുന്നു, ഈ സംഘടനയുടെ അള്ളാഹുവിലും അള്ളാൻ്റെ റസൂൽ പോലും വളരെ നിസ്സാരമായി പറയുന്ന ഇവരുടെ വാക്ക് കേട്ട് കാലത്തിൻ്റെ മശായിഖന്മാരെ നിങ്ങൾ ചീത്ത പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പൊറുക്കപ്പെടാൻ സാധ്യതയില്ലാത്ത തെറ്റാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ തിരുത്തണം. അതിന് നിൽക്കരുത്. നിങ്ങളെ ആരെയും ഞാൻ ജാവിയയിലേക്കോ കുരുവട്ടൂരിലേക്കോ ഞാൻ ക്ഷണിക്കുന്നില്ല. നിങ്ങൾ മരണനേരം കുടുങ്ങാതിരിക്കാൻ ഒരു മശായിഖനെയും ഈ വ്യാജ ഉലമാക്കൾ പിഴച്ചതാണെന്നത് പറഞ്ഞതിൻ്റെ പേരിൽ നിന്ദിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു കാര്യം കൂടെ ഇവിടെയുള്ള എല്ലാ എൻ്റെ കൂടെയുള്ള AP-ക്കാരോടും സംഘടനക്കാരോടും മുസ്ലിം ജമാഅത്തിൻ്റെ ആളുകളോടും SYSകാരോടും SSFകാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്നെ എന്തും പറയാം, എന്തും ചെയ്യാം, പക്ഷേ ഒരേറ്റ ധൈര്യം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ശൈഖുന. ആ ധൈര്യം അത് ഇത്രയും കാലം നിങ്ങളെ കൂടെ ചോര നീരാക്കി എൻ്റെ സമ്പത്തും സമയവും എല്ലാം നിങ്ങൾക്ക് തന്നിട്ട് എനിക്ക് കിട്ടാത്ത ഒരു മനസ്സമാധാനം, ഒരു ആത്മീയ വിശുദ്ധി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു പരമമായ സത്യമാണ്. ആ ശൈഖുന എന്നെ അവിടുത്തെ റഹ്മത്ത് കൊണ്ട് എന്നെ നോക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് എന്നെയോ ഈ പ്രസ്ഥാനത്തെയോ എൻ്റെ അനുജനെയോ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല എന്ന് അവസാനമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തി പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ ഇതുപോലെ സ്റ്റേജ് കെട്ടി അതിന് നിങ്ങൾക്ക് ധൈര്യമില്ല, ഭീരുക്കളാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് സംസാരിക്കാൻ ആർക്കും വരാം, ഏത് സമയവും വരാം. എൻ്റെ ഫോൺ നമ്പറും എൻ്റെ വീടും എല്ലാം നിങ്ങൾക്ക് ഞാൻ നേരത്തെ മെസ്സേജായി പ്രൈവറ്റിൽ അയച്ചു തന്നിട്ടുണ്ട്. വാട്സപ്പിലിരുന്ന് മോങ്ങാൻ ഏതാൾക്കും കഴിയും കൂട്ടരെ. ആണുങ്ങളെപ്പോലെ ഇതുപോലെ പരിപാടി വെച്ചിട്ട് സത്യമുണ്ടെങ്കിൽ മറുപടി പറയണമെന്ന് വളരെ വിനയത്തോടെ ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നതിന് വേണ്ടി ഞാൻ ഒരു കാലത്ത് ഞാൻ ഇത്രത്തോളം വെറുത്തിരുന്ന, എൻ്റെ നാവിൽ നിന്ന് ഇത്രത്തോളം ചീത്ത പറഞ്ഞിട്ടുള്ള, ഇന്ന് എനിക്കെൻ്റെ മനസ്സിൽ ഇഷ്ടമുള്ള ഒരേ ഒരു പണ്ഡിതൻ വന്യരായ അഹ്സനി ഉസ്താദിനെ ആദരപൂർവം ഈ എൻ്റെ നാട്ടിൽ ഈ ഹക്കായ ദീന് വിളിച്ചു പറയാൻ കാലഘട്ടത്തിൻ്റെ മശായിഖന്മാരുടെ മദദിൽ കാലഘട്ടത്തിൻ്റെ ഇതിഹാസ പണ്ഡിതൻ അഹ്സനി ഉസ്താദിനെ ആദരപൂർവം ക്ഷണിക്കുന്നതോടൊപ്പം എൻ്റെ ശബ്ദം കേൾക്കുന്ന ഇവിടെ കൂടിയ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൂടെ കൂടണം, ശരി മനസ്സിലാക്കണം, സത്യം മനസ്സിലാക്കണം, മരിക്കണമെന്ന ബോധം നമുക്ക് വേണം. നമ്മളെ മുന്നിൽ റമദാനു ഷരീഫ് വരുന്നു. നമ്മൾക്ക് നന്നാവാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് സൂഫിയാക്കൾ അഹ്ലുൽ വിലായത്ത് എന്ന് മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.